ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിലെ CSI ചർച്ചിൻ്റെ ആദ്യഫല പെരുന്നാളാണ് കേട്ടോ. ഈ വരുന്ന ഞായറാഴ്ച 16-ാം തീയതി 2025 ഫെബ്രുവരി 16-ാം തീയതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യഫല പെരുന്നാളാണ്. വീടുകളിൽ പോയിട്ട് അവിടുത്തെ ആദ്യഫലം, അതായത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ കൊണ്ടുവരിക. അപ്പം അതൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ ശേഖരിക്കുകയാണ്. ഇത് ലേലം വിളിക്കാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മളെ ഇൻവെർട്ടറാണ്. ഇതിലാണ് സാധനങ്ങളൊക്കെ ശേഖരിക്കാൻ പോകുന്നത് കേട്ടോ. അടിപൊളി ജീപ്പാട്ടോ. ഇത് പോപ്പുലർ ടയേഴ്സിൻ്റെ തങ്കച്ചായൻ്റെ വണ്ടിയാണിത്. അപ്പം അദ്ദേഹം നമുക്ക് ഒരു ദിവസത്തേക്ക് തന്നിരിക്കുകയാണ് സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതുകൊണ്ട് വീടുകളിലൊക്കെ പോകണം. വീടുകളിൽ പോയിട്ട് സാധനമൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ സീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല സാധനമൊക്കെ അതിൽ കൊള്ളുള്ളൂ. ജോൺസണും ഞാനും കൂടിയാണ് പോകുന്നത്. നമ്മൾ കോളേരി കേട്ടോ. കോളേരി ജോസഫ് ചേട്ടൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ നമ്മളെല്ലാ വർഷവും ആദ്യം വരുന്നൊരു വീടാണിത്. ജോസഫ് ചേട്ടൻ്റെ വീട് കോളേരിയാണ്. ഇത് നമ്മുടെ ചേട്ടനാണത്. അപ്പം ആദ്യം ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളെല്ലാം എടുക്കാറ്. അത് കുഴപ്പമില്ല. ഇവിടെ തേങ്ങ, കൊട്ടത്തേങ്ങ, കൊല, ഇടിച്ചക്ക, അതുപോലെ ഒരുപാട് ഐറ്റംസ് കിട്ടാറുണ്ട്. നല്ല ഒരു മുട്ടയിടുന്ന കോഴീന്, ഇതെല്ലാം നമുക്ക് ലേലം വിളിക്കാനുള്ള സാധനങ്ങളാട്ടോ അതൊക്കെ. ഇതും കോളേരിയാണ്. ജോസഫേട്ടൻ്റെ മകൻ്റെ വീടാണിത്. നമ്മൾ ഒരു നഴ്സറിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. വർഗീസ് കുന്നറ എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ചെടി ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓൺലൈനായിട്ടാണ് ചെടി ബിസിനസ്സൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും നമുക്ക് കുറച്ച് ചെടിയൊക്കെ തരാറുണ്ട് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇൻഡോർ പ്ലാനറ്റൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളുണ്ട്. അതും എല്ലാം കറക്റ്റ് ചെയ്യണം. നമ്മൾ വേറൊരു വീട്ടിലെത്തി. ഇവിടെ നിന്ന് കുറച്ച് കാപ്പിക്കുരുവൊക്കെ ഉണ്ട്. ജോണിക്കുട്ടി സാറാണ് കേട്ടോ. കാപ്പിക്കുരു, കൊല, വാഴക്കുലൊക്കെ എല്ലാവരും തരുന്നതാണ്. നമ്മൾ സാധനങ്ങളെല്ലാം കലക്ട് ചെയ്ത് CSI ഹാളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ അവിടെ ചാക്കിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സാധനവും ഞങ്ങളിവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രേസ് ഉണ്ട്, കമ്മിറ്റിക്കാരിയാണ്. ജോൺസൺ ചാക്കുകളിലിങ്ങനെ എണ്ണി നിറയ്ക്കുന്നുണ്ട്. ചാക്കുനൂലൊക്കെ വെച്ചിട്ട് തുന്നി കെട്ടണം. സാധനങ്ങളൊക്കെ എല്ലാം ഒതുക്കി വെക്കണം. ഞായറാഴ്ച രാവിലെ ഇതിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. ഞങ്ങൾ 3 പേരെ ഇപ്പോൾ ഉള്ളൂ. സാധാരണ ഒരുപാട് ആൾക്കാരൊക്കെ കാണുന്നതാണ്. ഇത് നമ്മുടെ ചെടി അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. നാളെ രാവിലെ ലേലം വിളിക്കാനുള്ള സൗകര്യത്തിനെല്ലാം നമ്മുടെ ആരാധന തുടങ്ങാനുള്ള സമയമായി. രാവിലെ 8 മണിയായി. 8 മണിക്കാണ് ഇന്നത്തെ ആരാധന.
നമുക്കിനി പള്ളിയുടെ അകത്ത് കയറിയിരിക്കാം. പഴയ നിയമ വേദഭാഗം ആവർത്തന പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 11 വരെ. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്നുണ്ടാകുന്ന ഈ നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആണ്ടുഫലം കുറേശ്ശെ എടുത്ത് ഒരു കുട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. പ്രത്യേക സങ്കീർത്തനം 65 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വരും. ദൈവമേ, സീയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷിയാൻ ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരം വരുന്നു. രണ്ടാം പാഠഭാഗമായി വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 6-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള ദൈവവചനം കേൾപ്പീൻ. എന്നാൽ ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവന്
ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശുമിശിഹായുടെ സുവിശേഷ വചനങ്ങൾ 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള സുവിശേഷ വചനങ്ങൾ ശ്രവിക്കും. യേശു തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാട് ഇട്ടത്. ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. നാം ശ്രവിച്ചത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സകല സത്യത്തിലും വഴി നടത്താൻ അപേക്ഷിക്കും. വചനത്തെ ധ്യാനിക്കുമ്പോൾ, ദൈവാലയത്തിലായിരിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ ദൈവമായ നടത്തിപ്പ് ഞങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ വചനം ദൈവം, അതൊക്കെയാണ് ദൈവ സാമീപ്യം, അതൊക്കെയാണ് ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടൽ എന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, എനിക്ക് ഈ വർഷം ലഭിച്ചത് 2024 ഇത് 25-ാം വർഷമാണ്. 2024 ഒരു കൊയ്ത്തുത്സവം ഉണ്ടായിരുന്നു ഈ ദൈവാലയത്തിൽ. ആ ദിവസം മുതൽ ഇങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ കൗണ്ട്
ദൈവത്തിലേക്ക് നമ്മൾ നൽകുന്നത്. അതിനൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്രമാത്രമാണ് തന്നത്. ദൈവം തന്നത് വായിച്ചത് അങ്ങനെയാണല്ലോ, ഒരു കുട്ടയിൽ നിറച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഓരോന്നിനും പ്രതിഫലം വെവ്വേറെ മാർഗങ്ങളിലൂടെയാണ് ദൈവം ലോകത്ത് നൽകുന്നത്. അതുകൂടി വ്യക്തമാക്കുന്നതാണ്. ഈ ചീരയുടെ ഫലം എന്ന് പറയുന്നത് ഇലയാണ്. ചീര എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിന് ഫലം എന്ന് പറയുന്നത് ഇലയാണ്. ഇപ്പൊ ഇന്നലെ അച്ഛന്റെ വീട്ടില് എന്താ കപ്പ ബിരിയാണി അല്ലേ ചേട്ടാ, അതുണ്ടായിരുന്നു അതല്ലേ? അപ്പൊ കപ്പയുടെ ഫലം എന്ന് പറയുന്നത് എന്താ? വേരാണ്. ആ വേരാണ് ഫലമായിട്ട് മാറുന്നത്. ഈ കരിമ്പിന്റെ ഫലം എന്ന് പറയുന്നത് അതിന്റെ തണ്ടാണ്. ചീരക്ക് ഇലയാണ്, കപ്പയ്ക്ക് എന്താണ്? വേരാണ്, കരിമ്പിന് തണ്ടാണ്. വ്യത്യസ്തമാണ്, എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ്. വ്യത്യസ്തമായി നിൽക്കുമ്പോൾ തന്നെയും അത് മറ്റുള്ളൊരു തരത്തിലേക്ക് എന്താണ് ഫലമായി തീരുകയാണ്. ഇവിടെ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഒരു ആദ്യ ഫലത്തിന്റെ ഒരു എല്ലാം നിറച്ചിട്ടൊരു കൂട്ടം കൊണ്ടുവരും. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന പ്രിയ ദൈവത്തിന്റെ കൃപയും സമാധാനം വേദനകളോട് ലഭിച്ച പുതിയ വർഷത്തിൽ ആവശ്യങ്ങളോട് പ്രാർത്ഥനകളോട് കൂടെ ഇപ്പോൾ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവത്തിന്റെയും സർവ സൃഷ്ടികളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നതിന് അടയാളമായ നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിന്നിൽ നിന്നുമാണ് ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ കൈക്കൊണ്ട് അനുഗ്രഹിക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണം. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ വിനയമായി അപേക്ഷിക്കുന്നു. ആശീർവാദം. Amen.
ദൈവാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സുനിൽ പുതിയാട്ടിൽ അച്ഛൻ്റെ കൊയ്ത്തുത്സവ സന്ദേശം നമ്മളെ ഏവരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ ആ യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ദൈവത്തിനെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു. അച്ഛനും ഞാനും ഒന്നിച്ച് കുറച്ച് സമയം മഹായോഗയിൽ പ്രവർത്തിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് സാധിച്ചു. അച്ഛനോടും അച്ഛൻ്റെ കുടുംബത്തോടുമുള്ള നമ്മുടെ സഭയുടെ ഏറ്റവും സ്നേഹവും അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ വിധത്തിലുമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അച്ഛനോടും അച്ഛൻ്റെ കുടുംബത്തോടുമുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഇടവക വികാരി കഴിഞ്ഞ ഏറെ നാളുകളായി ഈ കൊയ്ത്തുത്സവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ സുനിൽ എടച്ചേരി അച്ഛൻ തൻ്റെ ഈ പ്രവർത്തന മേഖലകളിൽ കുടുംബത്തോടൊപ്പം തന്നെ ദിവസങ്ങളോളം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സഭാ ആശ്ചര്യ കമ്മിറ്റിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വീട് സന്ദർശിക്കുന്നതിനും സാധാരണക്കാർ നമ്മുടെ ഈ പ്രസംഗത്തിൽ കേട്ടതുപോലെ പാവങ്ങളെ അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരെ രോഗികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ അച്ഛൻ ഈ കൊയ്ത്തുത്സവത്തിന് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള എല്ലാവിധ നേതൃത്വവും നൽകിയിട്ടുണ്ട്. അച്ഛനെ ഈ സഭയായി സ്നേഹത്തോടുകൂടി അച്ഛനെയും കുടുംബത്തെയും മക്കളെ അടക്കം ഞങ്ങൾ പ്രത്യേകം സ്നേഹത്തോടുകൂടി ഈ പ്രത്യേക കൊയ്ത്തുത്സവ ശുശ്രൂഷയിൽ നന്ദി അറിയിക്കുകയാണ്.
സഹായിക്കണം. പ്രത്യേകിച്ച് ബഹുമാനമുള്ള അച്ഛനെ കുറിച്ചും കമ്മിറ്റി അംഗങ്ങളെയും കൗൺസിൽ മെമ്പേഴ്സിന്റെയും അവരുടെ കുടുംബ അംഗങ്ങളെയും കർത്താവിന്റെ കണ്ണുകളിൽ തരുന്നു. വിവിധ സഭകളിൽ നിന്നായി ദൈവാലയത്തിൽ വന്നു ചേർന്ന ദൈവമക്കൾ, ഈ സഭാ കുടുംബത്തിലെ ദൈവമക്കൾ, ഇന്ന് വരാൻ സാധിക്കാത്ത ഭവനങ്ങളിലായിരിക്കുന്ന ദൈവമക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. അടുത്ത ആരാധനയിൽ കൂടികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ജീവനങ്ങളായ സമർപ്പിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കൃപ വ്യാപരിക്കണം. യേശുവിന്റെ സ്ഥിരനാമത്തിൽ തന്നെ ആമേൻ. കർത്താവോട് കൂടിയിരിക്കുക. നമുക്ക് സമാധാനത്തോടു കൂടി അറിയിക്കാം. ആമേൻ. രൂപ, 20,000 രൂപ, 20,000 രൂപ, 20,000 രൂപ, 20,000 രൂപ, 20,000 രൂപ. ഇത് പള്ളിയുടെ അത്താറയിൽ കയറി വന്നതാണ്. 20,000 രൂപ, 20,000 രൂപ ഒരു തരം, 20,000 രൂപ, 20,000 രൂപ രണ്ടുപേരുണ്ട്. ഐവി ടീച്ചർ 21,000 രൂപ, 21,000 രൂപ, 21,000 രൂപ, 21,000 രൂപ ഒരു തരം, 21,000 രൂപ ഒരു തരം, 21,000 രൂപ ഒരു തരം, 21,000 രൂപ രണ്ട് തരം, 21,000 രൂപ, 21,000 രൂപ മൂന്ന് തരം. തോമസ് വർഗീസ് ₹5,000 രൂപ, 5,000 രൂപ ഒരു തരം, 5,000 രൂപ, 5,000 രൂപ, 5,000 രൂപ ഒരു തരം, 5,000 രൂപ രണ്ട് തരം, 5,000 രൂപ, 5,000 രൂപ ഒരു തരം, 5,000 രൂപ വാങ്ങിക്കപ്പെട്ട, 5,000 രൂപ, 5,000 രൂപ, 5,000 രൂപ രണ്ട് തരം, 5,000 രൂപ, 5,000 രൂപ, 5,000 രൂപ രണ്ട് തരം, 5,000 രൂപ രണ്ട് തരം, 5,000 രൂപ രണ്ട് തരം, 5,000 രൂപ മൂന്ന് തരം. പൊയ്ക്കത്തേക്ക് 300 രൂപ, 300 രൂപ, 300 രൂപ, 300 ഒരു വട്ടം, 500 രൂപ, 500 രൂപ, 500 രൂപ, 500 രൂപ, 600 രൂപ, 600, 600 രൂപ, 600 ഒരു വട്ടം, 600 രൂപ രണ്ട് വട്ടം, 600 രൂപ,
600 രൂപ 3 കിട്ടും. എഡ്വേർഡ് തോമസൺ 3 കിട്ടും. എഡ്വേർഡ് തോമസൺ 300 രൂപ. ഈ നെല്ലിക്കാമേരി 200 രൂപ 200 രൂപ 300 400 രൂപ 400 രൂപ 400 രൂപ 400 രൂപ 500 രൂപ 500 രൂപ 500 രൂപ ഒരു വട്ടം. നെല്ലിക്കാമേരി 500 രൂപ രണ്ട് വട്ടം. 600 രൂപ 600 രൂപ 150 രൂപ. ടാങ്കില്ല പൊടിക്കാതെ 25 തരണം. 20 തരണം 300 രൂപ 400 രൂപ 400 500 700 രൂപ 700 രൂപ പൊടിക്കാതെ 25 700 രൂപ 700 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ പൊടിക്കാതെ 25 800 രൂപ 800 രൂപ ഒരു വട്ടം 800 രൂപ 1000 രൂപ രണ്ട് വട്ടം 1000 രൂപ ഒരു വട്ടം. തോമസ് വർഗീസ് 600 രൂപ 600 രൂപ 600 രൂപ 600 രൂപ ഒരു വട്ടം 600 രൂപ 700 രൂപ 700 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ ഒരു വട്ടം 800 രൂപ 850 രൂപ 850 രൂപ ഒരു വട്ടം. 200 രൂപ 200 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 600 1000 രൂപ 1000 രൂപ വിലയില്ല 1000 രൂപ 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 കൂടെ 1000 രൂപ 1000 രൂപ 1000 രൂപ ഒരു വട്ടം. വിടാസിട്ടുണ്ട് 1000 രൂപ 1000 രൂപ രണ്ട് വട്ടം 1000 രൂപ 1000 രൂപ കൂടുതൽ തങ്ങട്ടെ 1000 രൂപ കൂടുതൽ ഇതിന്റെ മാത്രം അറിയുന്നവർ വിളിക്കും. 600 രൂപ 600 രൂപ 700 700 രൂപ 800 800 രൂപ 800 രൂപ വരുന്നത് ഇതാ വിട്ടുവരുന്നതാണ്. 800 രൂപ 800 രൂപ 800 രൂപ വരുന്നത് 800 രൂപ 800 രൂപ രണ്ട് തരം 800 രൂപ 2800 രൂപ 2200 രൂപ 2200 രൂപ 2200 രൂപ വരുന്നത് 2200 രൂപ 2200 രൂപ 2200 രൂപ ഒരു തരം 2200 രൂപ 2300 രൂപ 2300 രൂപ 2300 രൂപ ഒരു തരം 2300 രൂപ 2300 രൂപ വഴിയാണ് 2300 രൂപ രണ്ട് തരം 2300 രൂപ 2400 രൂപ 2400 രൂപ 2400 രൂപ 2400 രൂപ ഒരു തരം 2400 രൂപ 2500 രൂപ 2500 രൂപ ഒരു തരം ചാക്ക് രണ്ടും ഫ്രീ ആണ്. 2 ചാക്കിലായിട്ട് 40 തേങ്ങ 2500 രൂപ 2500 രൂപ 2500 രൂപ ഒരു തരം 1550 1550 1550 രൂപ 2000 രൂപ 2000 രൂപ മൂന്ന് തരം. മഹാപരിശുദ്ധനും കാര്യമാനുമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം കർത്താവേ വാർഷിക സ്തോത്രം അന്ന് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് പ്രതികരണത്തിനായി നന്ദിയോടെ കടലിലേക്ക് കടന്നു വരുമ്പോൾ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നതിനായി തീരുമാനം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനെ അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപയും സാന്നിധ്യത്തിനുമായിരിക്കാൻ സ്ഥലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് പങ്കാളികളായവരെയും കർത്താവിൽ പിന്നിൽ പ്രവർത്തിച്ചവരെയും എല്ലാം നമ്മൾ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും അനുഗ്രഹവും കാരണവും സൂക്ഷിക്കും നാം ഏവരോടും നാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എന്നേക്കിരിക്കുമാറാകട്ടെ. ആമേൻ.
2025 ആദ്യഫല പെരുന്നാൾ അതിൻ്റെ വിശേഷമായിരുന്നു. അപ്പോൾ ലേലമെല്ലാം കഴിഞ്ഞു. ഈ ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.